ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത റൗണ്ടിലെ ബ്രസീലിന്റെ എതിരാളികൾ അത് നോർവേയാണ്. വരുന്ന 6-ാം തീയതി അർദ്ധരാത്രിയാണ് നോർവേയും ബ്രസീലും തമ്മിലുള്ള മത്സരം നടക്കുക. ഒരു കടുത്ത പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏർലിംഗ് ഹാലൻഡ്, മാർട്ടിൻ ഒഡേഗാർഡ് തുടങ്ങിയ വമ്പൻ താരങ്ങളെ ഇപ്പോൾ ബ്രസീലിന് നേരിടേണ്ടി വരികയാണ്. ഏതായാലും ഇതേക്കുറിച്ച് ഇപ്പോൾ നോർവേ താരമായ ലാർസൻ സംസാരിച്ചിട്ടുണ്ട്. അതായത് എല്ലാ ടീമുകൾക്കും ഉള്ളതുപോലെ ബ്രസീലിനും അവരുടേതായ ദൗർബല്യങ്ങൾ ഉണ്ട് എന്നാണ് ലാർസൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവരുടെ സൂപ്പർ താരങ്ങളെ ഞങ്ങൾ കൺട്രോൾ ചെയ്യണം, എന്നിട്ട് കിട്ടുന്ന അവസരങ്ങളിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ വിജയിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് ലാർസൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ബ്രസീലിനെ നല്ല രൂപത്തിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഗോളുകൾ നേടണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും ബ്രസീലിനും അവരുടേതായ ദൗർബല്യങ്ങൾ ഉണ്ട്, പക്ഷേ അവർ ഹൈ ലെവൽ ടീമാണ്. ബ്രസീലിന്റെയും അർജന്റീനയുടെയും മത്സരങ്ങൾ കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. അവർക്കെതിരെ കളിക്കുക എന്നുള്ളത് സ്വപ്ന സാക്ഷാത്കാരമാണ്. മികച്ച പ്രകടനം നടത്താൻ ഞങ്ങൾ ശ്രമിക്കും. അവർക്ക് കുറച്ച് എലൈറ്റ് താരങ്ങൾ ഉണ്ട്, അവരെ ഞങ്ങൾ കൺട്രോൾ ചെയ്യണം. അതോടൊപ്പം തന്നെ അവരെ അറ്റാക്ക് ചെയ്യാനും വിജയിക്കാനുമുള്ള ഒരു അവസരം ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതാണ് നോർവേയുടെ താരമായ ലാർസൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുൻപ് നോർവേക്കെതിരെ ബ്രസീൽ 4 തവണ കളിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. 2 സമനിലകളും 2 തോൽവികളും വഴങ്ങേണ്ടി വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ 2006-ലാണ് 2 ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഈയിടെ പരസ്പരം 2 ടീമുകളും ഏറ്റുമുട്ടിയിട്ടില്ല. ഏതായാലും നോർവേക്കെതിരെ ആദ്യമായിക്കൊണ്ട് വിജയിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ബ്രസീലിന്റെ മുന്നിലുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.